രവിയേട്ടന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് സഞ്ജു. രവിക്ക് ചില മാറ്റങ്ങളുണ്ടോ എന്ന് മതികലയ്ക്ക് സംശയം. അർത്ഥം വെച്ചുള്ള സംസാരങ്ങളും നോട്ടങ്ങളും. മതികലയെ കാണാനെത്തുന്ന ശിവയെ മഹാദേവൻ മാണിക്യമംഗലത്തിനകത്ത് പൂട്ടിയിടുന്നു. പക്ഷേ ശിവ രക്ഷപ്പെടുന്നു. ചോദിച്ചത് കേട്ടില്ലടി. നിന്നെ കൊണ്ടാ കെട്ടുകഥകൾ പറയിച്ചത് ആരാന്ന്? അത് അവിടുത്തെ വീട്ടിലെ ഒരാൾ തന്നെയാ. സീത ആശുപത്രിയിലായതിനു പിന്നിൽ മതികലയാണെന്ന് നഴ്സ് പറയുന്നു. ഇത്രയും കാലം രവിയണ്ണൻ മണ്ടനായി ജീവിച്ചു. ഇനി മണ്ടനായിട്ട് ഒന്നും അറിയാത്തതുപോലെ പെരുമാറണമെന്ന് മയിൽ രവിയെ ഉപദേശിക്കുന്നു. രവി തിരികെ വയലോരം വീട്ടിലെത്തുന്നു. പിശാചുകളെ കൊല്ലുന്നതാ എനിക്കും ഇഷ്ടം. നിങ്ങളെന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? എന്റെ പൊന്നേ, ഇവിടെ ഒന്നും സംസാരിക്കാൻ പോലും വയ്യല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലേ. ഓ, ഇതെന്താ ഈ കവറില്? ആ, അതൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മതിക്കറിയാവോ? ഇന്നെന്താ വ്യാഴാഴ്ചയോ അതോ ബുധനാഴ്ചയോ? അതല്ല, ഇന്ന് എന്റെ മതിയുടെ പക്ക പിറന്നാളാണ്. അതായത് ഈ മാസത്തിൽ മതിയുടെ ജന്മദിനം വരുന്നത് ഇന്നാണെന്ന്. ഓ, ആണോ? ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അത് ഞാൻ കലണ്ടറിൽ നോക്കി കണ്ടുപിടിച്ചു. എന്നിട്ട് പോയി ഞാൻ മതിക്കൊരു സമ്മാനവും വാങ്ങിച്ചു. സമ്മാനോ? എനിക്കോ? ആ, ഇതെന്താ പതിവില്ലാതെ? എന്റെ മതിക്കൊരു സമ്മാനം തരണമെന്ന് എനിക്ക് തോന്നി, വാങ്ങിച്ചു. എന്റെ പൊന്നിന് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരു സാരി. നോക്കിക്കേ. തന്നെ? സാരിയോ? ആ, സാരി. കൊള്ളാരെ കേട്ടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നിങ്ങളോട് എനിക്കൊരു മതിപ്പ് തോന്നുന്നു കേട്ടോ. ഞാൻ ആവശ്യപ്പെടാതെ ഒരു സാധനം വാങ്ങിച്ചു തന്നു. 2, എന്റെ പക്കപ്പിറന്നാള് എന്റെ അമ്മ പോലും ഓർക്കാറില്ല. എന്നിട്ടും നിങ്ങളത് കണ്ടുപിടിച്ചു. എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനവും കൊണ്ടുവന്നു. ഇങ്ങനെ വേണം കേട്ടോ ആണുങ്ങളായ. ഇപ്പൊ എന്റെ രവിയേട്ടൻ ആണായി തുടങ്ങി. അതെ, എനിക്കും തോന്നി തുടങ്ങി. ആണുങ്ങളായിട്ട് തന്നെ ജീവിക്കണമെന്നാ. നമ്മളെ ഉഴുതുണ്ട് ജീവിക്കണമെന്നാ ചൊല്ല്. തൊഴുതുണ്ട് ജീവിക്കാൻ പാടില്ലെന്നും. എന്തോന്ന്? ആ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുതിയ പുതിയ പഴഞ്ചൊല്ലുകളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ആരാണ് ടീച്ചർ? ദേ, സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ മതിക്കേ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. മതി, നമുക്ക് മുമ്പിലുള്ളത് ഒരു ചെറിയ ലൈഫല്ലേ? അതെ, ലൈഫ് എന്ന് പറയുന്നത് ടൂ ഷോർട്ടാണ്. ഷോർട്ട് പാൻ ഓഫ് ലൈഫ്. അപ്പോ ആ ജീവിതത്തില് നമ്മൾ വഴക്കടിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറയുകയും അർത്ഥം വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഉള്ള ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കാന്ന് കരുതി. അതിനു വേണ്ടിയാണ് രവിയേട്ടൻ ഇന്ന് എന്റെ പൊന്ന് സാരി വാങ്ങിച്ചോണ്ട് വന്നത്. പക്ക പിറന്നാളില് മധുരം പങ്കുവെക്കുന്നതും ഒക്കെ. കഴിച്ചേ. രവിയേട്ടന്റെ ഈ സ്നേഹം കാണുമ്പോഴാ എനിക്കെന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നത് കേട്ടോ. രവിയേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയതേ എന്റെ ഭാഗ്യം തന്നെയാ. അതെ, മതിയുടെ ഭാഗ്യം തന്നെയാ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത്. അതിലും വലിയ മഹാഭാഗ്യ മതിയെ പോലൊരു ഭാര്യയെ എനിക്കും കിട്ടിയത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പുകഴ്ത്താതെ. ഇത് കഴിച്ചേ. ഞാൻ ഇനി ഒരാഗ്രഹം കൂടെ പറയട്ടെ പൊന്നെ. എന്താ ചക്ക? പിടിക്കേ. ഇത് കണ്ടോ, മുല്ലപ്പൂവാ. ആണോ? നല്ല മണം. ഇതെന്തിനാ രവിയേട്ടാ? എനിക്ക് തല വെച്ചോണ്ട് നടക്കാൻ. അല്ല പിന്നെ കുറുമ്പ് പറയാതെ ചെക്ക. എന്റെ തലയിൽ വെക്കാൻ കൊണ്ടുവന്നാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ എന്റെ പൊന്ന് ആ സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഒന്ന് മിടുക്കിയായിട്ട് നിന്നേ. രവിയേട്ടൻ ഒന്ന് കാണട്ടെ. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ വേണം. ഞാൻ പോയി ഒരു കാപ്പി ഇട്ട് വരുമ്പോഴേക്കും എന്റെ പൊന്നൊരുങ്ങി ഒരു ദേവതയെ പോലെ നിൽക്കണം. കേട്ടല്ലോ? ശരി, എന്റെ പക്കപ്പിറന്നാളല്ലേ. എന്റെ ചെറുക്കൻ പറഞ്ഞിട്ട് ഒരാഗ്രഹം സാധിച്ചെന്നില്ലെന്ന് വേണ്ട. പോയിട്ട് വാച്ചേക്ക. ശരി.
രവി ഇതെപ്പോ വന്നു? എവിടെയോ യാത്ര പോയിരിക്കുകയായിരുന്നല്ലോ, എപ്പോ വന്നു? ഏട്ടത്തിക്കെല്ലാം അറിയത്തില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം? എനിക്കോ? എനിക്കെന്തറിയാൻ? എനിക്കൊന്നും അറിയില്ല. മൈലമ്മ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. വെറുതെ? ഇല്ലെന്നേ. ഏട്ടത്തിയോട് മാപ്പ് പറയാൻ വന്നത് ഞാൻ. മാപ്പ് പറയാനോ? എന്നോടോ? എന്തിന്? അറിയാതെയാണെങ്കിലും ഏട്ടത്തിയോട് പറഞ്ഞ മോശം വാക്കുകൾക്ക്, ചെയ്ത തെറ്റുകൾക്ക്. ഹേ, രവി അതിനെന്തു പറഞ്ഞു? പറഞ്ഞതൊക്കെ സത്യമല്ലേ? ഭർത്താവിനെ ഇട്ടിട്ട് ഊരു ചുറ്റാൻ പോയ സ്ത്രീയല്ലേ ഞാൻ? പിന്നെ ആരോ സമ്മാനിച്ച ഗർഭവുമായി തിരിച്ചു വന്നു. വന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോയവൾ. എന്നിട്ട് നാണമില്ലാതെ വീണ്ടും കയറി വന്നവൾ. അങ്ങനെ ഒരാൾ പിഴച്ചവൾ തന്നെയല്ലേ രവി? അവളെ ആർക്കും എന്തും പറയാം. കേട്ടിട്ടില്ലേ, ആരും ഇല്ലാത്തവരും വഴിയിൽ കെട്ടിയ ചെണ്ടയും ഒരുപോലെയാണെന്ന്. ആർക്കും കൊട്ടാം. ഏട്ടത്തിനെ ശിക്ഷിക്കുവാണല്ലേ? ആയിക്കോട്ടെ, ഞാനത് അർഹിക്കുന്നു. കണ്ണിൽ കാണുന്നതും കാതിൽ കേൾക്കുന്നതും ഒന്നുമല്ല സത്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഏട്ടത്തി, തിരിച്ചറിഞ്ഞു. ഒരുപാട് വൈകിട്ടാണെങ്കിലും തിരിച്ചറിവുകൾ നല്ലതാ രവി, ഒരുപാട് നല്ലതാ. അസുഖം തിരിച്ചറിഞ്ഞാ പിന്നെ വേണ്ടത് ചികിത്സയാണ്. ചികിത്സയ്ക്ക് തന്നെയാ തീരുമാനം. തൽക്കാലം സർജറിയില്ല, വേണ്ടി വന്ന അതും നടത്തും. ചികിത്സകൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാവണം, ജീവിതം നിലനിർത്താൻ വേണ്ടിയാവണം. ജീവിക്കണമെന്ന മോഹമില്ല ഏട്ടത്തി, സത്യം. അത് പാടില്ല. ഒടുക്കങ്ങളിൽ നിന്നാണ് രവി പുതിയ തുടക്കം ഉണ്ടാകുന്നത്. യുദ്ധങ്ങൾക്കൊടുവിലാണ് സമാധാനം പിറക്കുന്നത്. ചുട്ടുപഴുത്ത ഉമിത്തിയിൽ കിടന്ന് കത്തി ഉരുകിയാണ് സ്വർണം കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങളാകുന്നത്. ജീവിതവും അതുപോലെയാണ്. അനുഭവങ്ങളുടെ തീച്ചുളയിൽ നമ്മളെ ജ്വലിപ്പിക്കും, ഉരുക്കും. ഒടുവിൽ മൂർച്ചയേറിയ ആയുധമോ മനോഹരമായ ആഭരണമോ ആക്കി മാറ്റും. എന്റെ അനിയൻ ജീവിതം ഭംഗിയേറിയ ഒരു ആഭരണമായി അണിയുന്നതാ എനിക്കിഷ്ടം. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഞാൻ ചെയ്തതിനും എന്റെ ഭാര്യ ചെയ്തതിനും എല്ലാത്തിനും മാപ്പ്. ഏട്ടത്തി ഒരുപാട് സഹിച്ചു. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആരും കാണാതെ ഒരുപാട് കരഞ്ഞു. മാപ്പ് തരണം ഏട്ടത്തി, മാപ്പ്. രവി, രവി, എന്താ ഇത്? സാരമില്ല, ഒന്നും സാരമില്ല. പോ. എന്റെ അമ്മ മരിച്ചിട്ടില്ലെന്ന് തോന്നുന്നപ്പോ രവിയേട്ടാ, ഒരു മിനിറ്റ്. കഴിഞ്ഞില്ലേ? ദാ വരുന്നു. ഓ, പെട്ടെന്നാവട്ടെ. രവിയേട്ടാ, എന്തൊരു നോട്ടോ. ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് ശരിക്കും നാണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാ എന്റെ പൊന്നൊരു പെണ്ണായത് കേട്ടോ. രവിയേട്ടൻ ഒരു ആണായപ്പോ പൊന്നൊരു പെണ്ണായി. അങ്ങനെ തന്നെ വേണമല്ലോ ജീവിതത്തില്, അല്ലേ? അതെ, ഞാൻ വഴക്കുണ്ടാക്കുവാണെന്ന് പറയരുത്. രവിയേട്ടനെ ഇപ്പൊ സംസാരിക്കുന്നതിലൊക്കെ എന്തോ ഒരു അർത്ഥം ഉള്ളതുപോലെ. എന്റെ പൊന്നെ, ഒരർത്ഥമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ആ, പിന്നെ മതി ജീൻസും ടോപ്പ് ഇടുന്നതിനേക്കാളും സാരി ഉടുക്കുന്നതാ നല്ലത്. ഇപ്പൊ ഒരു തവണ ഉടുത്തതിന്റെ പാട് എനിക്കറിയാം. ഇനിയിപ്പൊ ദിവസവും സാരി ഉടുത്തോണ്ട് നടക്കാൻ പോവല്ലേ?
എല്ലാ ദിവസവും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് മതി. നമുക്കിനി എല്ലാ ഞായറാഴ്ചയും അമ്പലത്തിൽ പോണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ചെറിയ പിക്നിക്കിന് പോണം. ഇത് എന്ത് പറ്റിയ വീട്ടിന്? പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ, ഇപ്പൊ പുതിയ പുതിയ ചിന്താഗതികളൊക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞില്ലേ പൊന്നെ, ഞാൻ ആകെ മാറിയെന്ന്. ഇനിയെല്ലാം പുതിയ പുതിയ ചിന്താഗതികളാണ്. മതി ഇതുവരെ കാണാത്ത കാര്യവും കാണാത്ത ലോകവും കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത വാർത്തകളും ഒക്കെ കേൾക്കും. അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുക ഇനി എന്റെ ജീവിതം. പോരെ? ഓ, അല്ല, എന്താണ് ഈ സന്തോഷത്തിന് പിന്നിലെ കാരണം? അതുകൂടി പറഞ്ഞാട്ടെ. ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ എന്തെങ്കിലും കാരണം വേണം. മതിയെ ഇത്രയും നാളും ഞാൻ സ്നേഹിച്ചതിനേക്കാളും ഇരട്ടിയായിട്ട് ഇനി ഞാൻ സ്നേഹിക്കാൻ പോവാ. അതല്ലേ മതി എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന്? ഓ, എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാശ് തന്നാണോ? മതിയുടെ വീട്ടിൽ നിന്ന് മതിയും മതിയുടെ അമ്മയും തന്നതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അതൊട്ടും കുറയാതെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അതിന്റെ ഇരട്ടിയായിട്ട് ഞാനത് തിരിച്ചു തരികയും ചെയ്യും. തിരിച്ചു തരുമെന്നോ? പിന്നല്ലാതെ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും ഉള്ളതല്ലേ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം. ഓ, സ്നേഹം ഇരട്ടിയായിട്ട് തിരിച്ചു തരുമെന്ന് അല്ലേ? അതെ. ആ, മതി കാപ്പി ഒന്ന് കുടിച്ചു നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് പറ. നല്ല അസലായിട്ടുണ്ടല്ലോ, കൊള്ളാം. ആ, വൈകിട്ടത്തേക്ക് പൊന്നിന് എന്താ ഭക്ഷണം വേണ്ടത്? നമുക്കിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്കിന്ന് ഒരുമിച്ച് പുറത്തു പോയി കഴിച്ചാലോ? അത് വേണ്ട പൊന്നെ, പൊന്നി സാരിയൊക്കെ വലിച്ചു ചുറ്റി പോണ്ടേ. ഇതിപ്പോ രവിയേട്ടൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലേ, ഇപ്പൊ തന്നെ മാറ്റിയിട്ടു. ഞാൻ പോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. എന്താ? സമ്മതിച്ചു. എന്തായാലും കാപ്പി ഉഗ്രൻ, അത്താഴം ഒട്ടും കുറയ്ക്കണ്ട. എനിക്ക് വേണ്ട ലിസ്റ്റ് ഞാൻ തരാം. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ കൊണ്ടുവരും. ലിസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? എന്റെ മതിക്ക് ഇനി ഒരു കുറവും വരരുതെന്ന് എനിക്ക് നിർബന്ധം. അതുകൊണ്ടാ. ഇപ്പഴാ രവിയേട്ടൻ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറിയത്. മതിയുടെ ആഗ്രഹത്തിനപ്പുറം ഞാൻ പോവെന്ന് മതിക്ക് തോന്നുന്നുണ്ടോ? ഇനി എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മതി കണ്ടോ? എന്തായാലും ഈ കാര്യം ഞാൻ അമ്മ ഉടനെ തന്നെ വിളിച്ചു പറയാം. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും. ശരി. വനജേ, ആഹാ, ഇപ്പൊ അച്ഛനും മോനും എപ്പോഴും ഒരുമിച്ചാണല്ലോ. അപ്പനാരായി പോയില്ലേ, പിതാശ്രീ എടുത്ത് റോഡിൽ കളയാൻ പറ്റൂ. നന്നായി. നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോഴാ എനിക്കും മനസ്സിനൊരു സന്തോഷം. ഓ, എനിക്കത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഇവനോട് ഇന്ന് ഞാൻ 1000 രൂപ ചോദിച്ചപ്പോ ഇവൻ പറയുക പോയി അധ്വാനിച്ചുണ്ടാക്കാൻ. ഇവന് വേണ്ടി ഞാൻ അധ്വാനിച്ച കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവനിപ്പോ മാസം 10,000 രൂപ വെച്ച് എനിക്ക് ഇങ്ങോട്ട് തരണം. ദേ, പിതാശ്രീയാണെന്നൊന്നും നോക്കത്തില്ല, തൂക്കിയെടുത്ത് ഞാൻ തറയിടിച്ചു കളയും. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ അധ്വാനിച്ചെന്നാ. ഞാൻ 10ാം ക്ലാസ് പഠിത്തം നിർത്തി വളയം പിടിക്കാൻ പോയപ്പോ അത് കൊള്ളാടാ, വീട്ടിലേക്ക് 10 കാശ് കിട്ടുമെന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളാ നിങ്ങള്. എന്നിട്ട് നിങ്ങള് ഈ നിൽക്കുന്ന നിങ്ങളുടെ പെങ്ങളെ മോളെ പഠിപ്പിച്ചല്ലോ ഡോക്ടറാക്കാൻ വേണ്ടിട്ട്. എടാ, പത്തിത്തോറ്റതിനെ എന്നെ പഠിപ്പിക്കാനാ? ദാ നടക്കുന്നു. എടാ, അവനവന്റെ കഴിവിനനുസരിച്ചുള്ള പഠിപ്പല്ലേ നടക്കത്തുള്ളൂ. നീ ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നീ ആശുപത്രിയിൽ പോകുന്നത് മരുന്ന് മേടിക്കാൻ, സീതമോൾ ആശുപത്രിയിൽ പോകുന്നത് രോഗികളെ പരിശോധിക്കാൻ. ഞാൻ അങ്ങനെയാ കണ്ടത്. നിന്റെ കഴിവും അവളുടെ കഴിവും വെച്ച് താരതമ്യം ചെയ്ത് നോക്കിയിട്ടാ. ഓ, എന്റെ വല്യണ്ണ ഒന്ന് നിർത്ത്. ഒരാവശ്യമില്ലാത്ത സംസാരങ്ങള്. നകുലിന് എന്താ കഴിവിന് കുഴപ്പം? ഇവൻ എന്താ ബുദ്ധിക്ക് കുറവ്? 10ാം ക്ലാസ്സിൽ തോക്കുന്നതേ മഹാസംഭവം ഒന്നല്ല കേട്ടോ. അതെ, സീത എന്നോട് പറഞ്ഞിട്ടുണ്ട്
10ാം ക്ലാസ് എന്നെ കൊണ്ട് എഴുതി എടുപ്പിക്കുന്നു. ആ ഈ മൂക്കി പല്ലു വന്നിട്ട് 10ാം ക്ലാസ് പാസ്സായിട്ട് എന്നതാ കാര്യം? മൂക്കി പല്ല് വന്നെങ്കിലേ അത് ഞാൻ ആരെങ്കിലും കൊണ്ട് പറിച്ചു കളയിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. എന്തായാലും നമ്മുടെ തലയിൽ ഓരോന്ന് വരച്ചിട്ടുണ്ട്, അതുപോലെ വരത്തുള്ളൂ. അതല്ലാതെ നകുലം 10ാം ക്ലാസ്സും പാസ്സായി, പിന്നെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അതിന്റെ മേലെ ഡിഗ്രിയും, പിന്നെ അതിന്റെ മുകളിലൊരു സാധനം ഉണ്ടല്ലോ, എന്തോ പിച്ചടിയോ, ആ PhD, ആ അതൊക്കെ പാസ്സായി. ഈ നാട്ടിൽ കളക്ടർ ആവണമെന്നാണ് എന്റെ വിധിയെങ്കിൽ ഞാൻ കളക്ടർ ആയിരിക്കും. ആ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നീ ഇനി കളക്ടറായിട്ട് വേണം ഈ നാടിനെ ബാക്കിയും കൂടി നശിപ്പിക്കാൻ. എടാ, അവനവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ എന്തോ അത്യാവശ്യ കാര്യം പറയണമെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് പാഞ്ഞു വന്നത്, എന്നിട്ട് ഇവിടെ നിന്ന് ലാത്തി അടിക്കുവാണോ? കാര്യം പറയേ. എന്താ വല്യണ്ണ? അല്ല പെങ്ങളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പിന്നെ അതൊരു വ്യാധിയും ആദ്യമൊന്നും ആകരുത്. എന്താ വല്യണ്ണ? അതെന്താന്ന് വെച്ചാൽ, ആ നടരാജൻ സാറേ, ഇല്ലില്ല, വൈകിട്ട് കാണാം, ഉറപ്പായിട്ടും കാണാം സാറേ. ഹാ, നിങ്ങൾ കാര്യം പറയാം മനുഷ്യ, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. ആ സാറേ, ഓ തീർച്ചയായും. വല്യണ്ണ, എന്താ കാര്യമെന്ന് പറ. വല്യണ്ണന്റെ മുഖം കണ്ടിട്ട് എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് തോന്നുന്നു. കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല, പക്ഷെ നിന്നെ സംബന്ധിച്ച് തലചുറ്റാനും നിലവിളിക്കാനും ഇത് മതി. ഇങ്ങനെ വളച്ചു കുത്താതെ കാര്യം പറ വല്യണ്ണ. നീ ഇങ്ങനെ ആധികാരി തുള്ളേണ്ട കാര്യമൊന്നുമില്ല. നീ ഓർക്കുന്നുണ്ടോ പത്മനാഭ പണിക്കരെ? ഏത്? ആ, അതാ ഞാൻ പറഞ്ഞത്. കാലം കുറെ ആയില്ലേ, 10-27 കൊല്ലം മുമ്പല്ലേ നമ്മൾ അയാളെ പരിചയപ്പെടുന്നത്. അവസാനമായി കണ്ടത് എനിക്ക് തോന്നുന്നു സീതയുടെ ആദ്യത്തെ കല്യാണത്തിനാണെന്ന്. പണിക്കരോ? ജാതകം എഴുതുന്ന പണിക്കരുടെ കാര്യമാണോ വല്യണ്ണൻ പറയുന്നത്? പിന്നല്ലാതെ വേറെ ഏത് പത്മനാഭ പണിക്കര്? ഞാൻ അയാളെ കഴിഞ്ഞ ദിവസം കണ്ടു. എന്നിട്ട്? അല്ല, അങ്ങനെ കുറെ നേരം സംസാരിച്ചു. സീതമോളുടെ കാര്യങ്ങളും അവളുടെ ജീവിതവും ഒക്കെ പറഞ്ഞു. ആദ്യത്തെ കല്യാണത്തിന്റെ സംഭവമൊക്കെ അയാൾക്ക് അറിയാമല്ലോ. അറിയാം. ആ കല്യാണത്തിന് അയാൾ ചാർത്തെഴുതി തരാത്തതല്ലേ? അതിനാണല്ലോ അയാളോട് പിണങ്ങുന്നതും. ആ, അയാളെ ചാർത്തെഴുതി തരാത്തതിന്റെ പിന്നിലുള്ള കാര്യം അയാളായിട്ട് തന്നെ പറഞ്ഞു. എന്റെ വല്യണ്ണ, എന്നെ തീ തീറ്റിക്കാതെ കാര്യം പറ. ആ, വരാനുള്ളത് വഴി തെങ്ങില്ല. നമ്മളത് അനുഭവിച്ചല്ലേ പറ്റൂ. പണിക്കരെ കണ്ടപാടെ ചോദിച്ചത് സീതയുടെ കാര്യമാണ്. രണ്ടാമത്തെ കല്യാണവും അവനെ പിരിഞ്ഞ് ജീവിതവും ഒക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം വീണ്ടും തിരിച്ചുപോയി നിൽക്കുന്ന കാര്യവും പറഞ്ഞു. അപ്പൊ പണിക്കര് പറഞ്ഞു സീതയുടെ ജീവിതത്തിൽ ഭർത്താവായി ഒരാൾ കൂടി വരാനുള്ള യോഗമുണ്ടെന്ന്. എന്നുവെച്ചാ? നീ ചിന്തിച്ചു നോക്ക്. ബാലനുമായി പിണങ്ങി നിന്നപ്പോ നകുലനുമായി ഒരു കല്യാണത്തിന്റെ വാക്കുവരെ എത്തിയില്ലേ? അത് നടന്നില്ല. പണിക്കര് പറഞ്ഞത് അതല്ല, മറ്റൊരു പുരുഷന്റെ കൂടെ അയാളുടെ ഭാര്യയായി ജീവിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ബാലൻ മരിക്കണം. ബാലൻ മരിക്കും. വല്യണ്ണ, വല്യണ്ണൻ എന്താ ഈ പറയുന്നേ? ബാലൻ മരിക്കുന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മുടെ സീതമോളുടെ ജാതകത്തില് അത്യപൂർവമായ ഒരു യോഗമുണ്ട്. യോഗമല്ല, ദുര്യോഗം, വിഷകന്യകാ യോഗം. അതെന്നതാ? ആ യോഗമുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാർ വാഴത്തില്ല. ആരുടെ കൂടെയൊക്കെ ജീവിച്ചാലും അവരൊക്കെ മരണപ്പെടും. സീതയുടെ ജീവിതത്തിൽ 3 പുരുഷന്മാർ വരണമെന്നാ പണിക്കർ പറഞ്ഞത്. ആദ്യത്തെ ഭർത്താവ് മരിച്ചു. ഇപ്പൊ ബാലനും അപമൃത്യുവെന്നാ പണിക്കർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാൾ കൂടി അവളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന്. ഇല്ല, ബാലനൊന്നും വരരുത്. എന്റെ കുഞ്ഞ് ജീവിക്കുന്നെങ്കിൽ ബാലനോടൊപ്പം ജീവിച്ചാ മതി. നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. ദൈവവും വിധിയും ആഗ്രഹിക്കുന്നത് വേറൊന്നാണെങ്കിലോ? ഇല്ല, ഇല്ല വല്യണ്ണ. എന്റെ കൊച്ചിനു വേണ്ടി, അവളുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ പകരം കൊടുക്കാം. ബാലനൊന്നും സംഭവിക്കരുത്. അവളുടെ താലിച്ചരട് മുറിഞ്ഞു പോവരുത്. ഞാനും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ? നമ്മുടെ കയ്യിലല്ലല്ലോ ഒന്നും. ബാലനൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം വല്യണ്ണ? ഞാൻ പണിക്കരോട് ചോദിച്ചു. സീതയും ബാലനും ഒരുമിച്ച് താമസിക്കരുത്,
അങ്ങനെ ജീവിച്ചാൽ ബാലന് ദുർമരണമായിരിക്കും വിധി. എന്റെ ദൈവമേ, ഇതെന്തൊരു വിധിയാ! നീ സങ്കടപ്പെടാതിരിക്കെ. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് തിരക്കാം. ഈ നാട്ടിൽ ഒരു ജ്യോത്സ്യനല്ലല്ലോ, വേറെയും ജ്യോത്സ്യന്മാരില്ലേ? നീ ആദ്യം അവളുടെ ജാതകം ഒന്ന് എടുത്തതാ. ഞാൻ ഒരാളെ കൂടെ വന്ന് കണ്ടിട്ട് വരാം. ഇപ്പോഴോ? ആ, ഇപ്പം തന്നെ വേണം. ഒന്നിനും കാത്തു നിൽക്കാൻ നേരമില്ല. മുമ്പോട്ട് വയ്ക്കുന്ന ഓരോ ചൂടും താമസിക്കുന്ന ഓരോ നിമിഷവും അപകടമാണെന്നാ പണിക്കർ പറഞ്ഞത്. നീ ഇങ്ങനെ നിൽക്കാതെ പോയി ജാതകം എടുത്തോണ്ട് വാ വനജേ. ഞാനിപ്പോ എടുക്കാൻ വല്യണ്ണ. ദാ വല്യണ്ണ. എന്റെ ദൈവങ്ങളെ, എന്റെ കുഞ്ഞിനൊന്നും എന്റെ ബാലനൊന്നും വരുത്തരുതേ. എന്റെ സീത ദീർഘസുമംഗലിയായിരിക്കട്ടെ. കരച്ചിലും പിഴിച്ചിലൊക്കെ ഒന്ന് മതിയാക്ക്. ഞാനിത് ഒരാളെ കൂടെ ഒന്ന് കാണിക്കട്ടെ. നകുലനെ കൂട്ടുന്നില്ലേ? ഓ വേണ്ട, അവൻ ഇതിലൊന്നും അത്ര വലിയ വിശ്വാസമില്ല. ഇപ്പൊ തന്നെ പണിക്കരെ കണ്ടതിന് അവൻ്റെ നിന്ന് തെറി കേട്ടു. ഇനി ഞാൻ പോയി നോക്കിക്കോളാം. അല്ല, അപ്പൊ ഞാൻ വരണ്ടേ? വേണ്ട, നീ പുറകെ വന്നാൽ മതി. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. അമ്മായി, എന്താ അമ്മ ഇത്? എന്തിനെങ്കിലും ചുമ്മാ കരയുന്നേ? ആ പിതാശ്രീ വന്നിട്ട് ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങളെല്ലാം അമ്മയുടെ തലയെ കുത്തി വെച്ചിട്ട് അങ്ങ് പോയല്ലേ? അന്ധവിശ്വാസമാണോ നകുല? നമ്മുടെ തൊട്ടു മുൻപിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ. സീതമോളുടെ ജീവിതത്തിൽ എന്തോ യോഗം ഉണ്ടെന്ന്. സീതയ്ക്കല്ല യോഗം, എന്റെ പിതാശ്രീക്കാ യോഗം. എന്റെ തെറി കേൾക്കാനുള്ള യോഗം. അങ്ങേര് ചുമ്മാ വഴിയെ പോകുന്ന കണിയാന്മാരൊക്കെ പറയുന്ന കേട്ടിട്ട് ഇവിടെ വന്ന് പറയുക, എന്നിട്ട് അമ്മായിയെ കരയിക്കുക. എന്നിട്ട് ഗർഭിണിയായിട്ടിരിക്കുന്ന സീതയും കൂടെ ഇതറിയണം. അവളുടെ മനസ്സും കൂടെ വിഷമിക്കണം വെറുതെ. ഇല്ല, ഞാനായിട്ട് അവളെ ഒന്നും അറിയിക്കത്തില്ല. അതാ എനിക്കും അമ്മായിയോട് പറയാനുള്ളത്. അമ്മായി ഒന്നും സീതയെ അറിയിക്കരുത്. അമ്മായി, ഞാനങ്ങനെ നിരീശ്വരവാദിയൊന്നുമല്ല, ഈശ്വര വിശ്വാസിയാ. ഈശ്വരനോടുള്ള വിശ്വാസമേ എനിക്കുള്ളൂ, അല്ലാതെ അന്ധവിശ്വാസം എനിക്കില്ല ഒന്നിലും. ജാതകം, പൊരുത്തം, ചൊവ്വാദോഷം, മുഹൂർത്തം, വിഷകന്യകായ യോഗം, കുന്തം, കൊടച്ചക്രം, ഇതിലൊക്കെ എന്ത് കാര്യം? വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് അമ്മായി കേട്ടിട്ടില്ലേ? ഇവിടെ 10ൽ 10 പൊരുത്തമുണ്ടെന്ന് പറയുന്ന കല്യാണങ്ങളെ 10ാം പക്കം അടിച്ചു പിരിയുക. അന്നേരമാ ഇവിടെ ജാതകം പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. എന്നാലും നകുല, സീതയ്ക്ക് ഭർത്താവ് വാഴത്തില്ല എന്നാണ് പണിക്കര് പറഞ്ഞതെന്ന്. അവക്ക് ഇനി ഒരു കല്യാണ യോഗം ഉണ്ടെന്ന്. ഇനി അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിലേ ഞാൻ അവളെ കെട്ടിക്കൊള്ളാം. അതല്ലല്ലോ നകുല കാര്യം. ഇപ്പോഴത്തെ ഭർത്താവ് മരിച്ചു പോകുന്നാ പറഞ്ഞ്. ബാലൻ എന്തെങ്കിലും സംഭവിച്ച അവക്ക് സഹിക്കുവോ? അവളുടെ പ്രാണൻ പോകും. എന്റെ പൊന്നമ്മായി, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. അവളിപ്പോ എനിക്കൊരു കൂടപ്പറപ്പിനെ പോലെ. അല്ലാതെ അവളുടെ ഭർത്താവ് ചാവണമെന്നോ അങ്ങനെ അവളെ എനിക്ക് കിട്ടണമെന്നോ ഒരു ഉദ്ദേശവും എനിക്കില്ല. അവൾക്കൊന്നും സംഭവിക്കില്ല. അവളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടായി. കല്യാണ ദിവസം ഭർത്താവ് മരിച്ചുപോയി. അവളുടെ ജീവിതത്തിലും ജാതകത്തിലും നിങ്ങൾ ഈ പറയുന്ന ദോഷമുണ്ടെങ്കിലേ അത് അന്ന് തന്നെ തീർന്നിട്ടുമുണ്ട്. അതല്ലാതെ അമ്മ ഇതോർത്ത് കണ്ണീരൊഴുക്കേണ്ട കാര്യമില്ല. എങ്ങനെ വിഷമിക്കാതിരിക്കും? എന്റെ മോള് വിധവയായി ജീവിക്കാന്ന് പറഞ്ഞ എനിക്ക് സമാധാനം കിട്ടുമോ? എനിക്ക് അവളുടെ മുഖത്ത് സന്തോഷത്തോടെ ഒന്ന് നോക്കാൻ പറ്റുമോ? അമ്മായി അതൊക്കെ ചെയ്യണം. സീതയുടെ മുഖത്ത് നോക്കണം, സന്തോഷത്തോടെ ചിരിക്കണം. അല്ലാതെ അമ്മായി അവളുടെ മുമ്പ് പോയി നിന്ന് കരഞ്ഞ് നിലവിളിച്ച് നിന്നാ സീതയ്ക്ക് സമാധാനം കിട്ടുമോ? അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് സമാധാനം കിട്ടുമോ? ബാലേട്ട ഒരു പാവം മനുഷ്യനാ. അയാൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവനൊന്നും ദൈവം എടുക്കത്തില്ല. അങ്ങനെയല്ല മോനെ. സീതയുടെ ജാതകത്തില് ബാലനും സീതയും ഒരുമിച്ച് കഴിഞ്ഞ ബാലന് മരണം സംഭവിക്കുമെന്ന്. അമ്മായി ഒന്നും മിണ്ടാതിരുന്നേ. പോയി നല്ല കടുപ്പത്തിൽ ഒരു കാപ്പി എടുത്തിട്ട് വാ. ഇപ്പൊ ഇതെല്ലാം കൂടെ കേട്ടിട്ട് എന്റെ തല പെരുക്കുന്നു. ഒരു കാപ്പി എടുത്തോണ്ട് വാ അമ്മായി. അത് കഴിഞ്ഞ് നമുക്ക് സമാധാനമായി സംസാരിക്കാം. എന്തായാലും പിതാശ്രീ ജാതകവും കക്ഷത്ത് വെച്ച് പോയിട്ടില്ലേ? വേറെ ആരെയോ സീതമോളുടെ ജാതകം കാണിക്കാൻ പോയതാ. അങ്ങേർക്ക് പ്രാന്ത. രാവിലെ ഞാൻ ചീത്ത വിളിച്ചതാ. പോയിട്ടെങ്കിൽ വരട്ടെ. അമ്മായി പോയി ഒരു കാപ്പി ഇട്ടതാ. അമ്മായി. എന്താ മോനെ? സീതയോടൊന്നും പറയണ്ട, അതും ഈ അവസ്ഥയിൽ. കേട്ടല്ലോ? അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഓരോരുത്തന്മാർക്ക് ചുമ്മാ വയറ്റിപ്പഴപ്പ് കേസല്ലേ, ജ്യോത്സ്യവും ജ്യോതിഷവും ഒക്കെ. ചെല്ല്.
കുഞ്ഞാറ്റാ കുഞ്ഞാറ്റാ ഞങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞാവെ ആശുപത്രി കാണിച്ചാൽ കൊണ്ടുപോവാണേ. പോയിട്ട് വാ. ഇവിടുന്ന് കവല വരെ നടക്കാം അല്ലേ? ഗോപാലേട്ടന്റെ ടാക്സി നമ്മുടെ കടയുടെ അടുത്ത് കാണും. ഞാൻ വേണമെങ്കിൽ പോയൊരു കാർ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വേണ്ട സിജ, നമുക്ക് നടക്കാം. ആ. നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞ് നടന്നാ പോരെ? അല്ലേ കുട്ടിമണി? ആ അതെ 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 നമുക്ക് വർത്താനൊക്കെ പറഞ്ഞങ്ങോട്ട് നടക്കാം. പോലെ മനുഷ്യ. ആയിക്കോട്ടെ. ആ ഇന്നത്തെ പരിപാടി ഇന്ന് രാവിലെ 10 മണിക്ക് അവിഹിത ഗർഭ ഘോഷയാത്ര. അയ്യോ രവേട്ടാ, പത്രത്തിലെ വാർത്ത കണ്ടോ? ഭയങ്കര രസം തന്നെ. അവിഹിത ഗർഭ ഘോഷയാത്ര എന്ന് കള്ളന്മാരുടെയും കൊള്ളരുതാത്തവരുടെയും ഭാര്യമാരുടെ അവിഹിത ഗർഭ ഘോഷയാത്ര ഇന്ന് പട്ടണത്തിൽ നടക്കും. മുൻനിരയിൽ മന്ദബുദ്ധികൾ അണിനിരക്കുന്ന ഘോഷയാത്രയിൽ കള്ളന്മാർക്കും 10 പാസ്സാകാത്തവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. 2 കെട്ടിയവർക്കും 3 കാമുകന്മാരുള്ളവർക്കും പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. മതികളെ, നിർത്തിയേക്ക്. നീ കൂടുതൽ വാർത്ത വായിക്കണ്ട. അത് പറയാൻ നിങ്ങൾ ആരാ? എനിക്ക് സൗകര്യമുള്ളത് ഞാൻ വായിക്കും. അതെ, പത്രത്തിൽ ഉള്ള വാർത്ത വായിക്കുന്നതല്ലേ കലയടത്തി നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വായിക്കും. നീ ആരാ അത് ചോദിക്കാൻ? പറയേണ്ടവരവിടെ കുന്തോ മിഴുങ്ങി നിൽക്കുമ്പോ ഞങ്ങളെന്ന് പറയാനാ? സീതയെടുത്തി പറഞ്ഞതിന്റെ വാല് പിടിച്ച് നീ എന്തിനാടാ സംസാരിക്കുന്നത്? സീതയെടത്തിക്ക് വേണ്ടി സംസാരിക്കേണ്ട ബാലേട്ടൻ ഇവിടെ കുന്തം പിഴുങ്ങി നിപ്പുണ്ടല്ലോ. ഓ, ഇവരുടെ ഗർഭത്തിന്റെ കാര്യത്തിൽ നിനക്കാണല്ലോ ആധിയും കരുതലും ഒക്കെ കൂടുതൽ. ഞാനത് ഓർത്തില്ല കേട്ടോ. കലമളെ, നിർത്തിയേക്ക്. ബാലേട്ടന് നാണമില്ലേ ഇവരുടെ ഗർഭം എഴുന്നള്ളിച്ചോണ്ട് നടക്കാൻ? അത് ഇവന്റെ ഒപ്പം. ആണുങ്ങൾക്ക് തന്നെ മൊത്തത്തിൽ നാണക്കേടാ ബാലേട്ടൻ. രവി, രവി കേൾക്കുന്നുണ്ടോ? ഭാര്യയുടെ സരസ്വതി കേട്ട് രസിക്കുവാണോ? എന്റെ ഭർത്താവ് ഞാൻ എന്തു പറഞ്ഞാലും രസിക്കത്തേ ഉള്ളൂ. ഞാൻ എന്തു ചെയ്യുന്നുവോ അതാണ് അങ്ങേരുടെ ശരി. അല്ലെങ്കിൽ പറയട്ടെ. മതി, നിർത്തിയേക്ക്. എന്തോ മറ്റുള്ളവരെ പരിഹസിക്കുന്ന പരിപാടി നിർത്തിയേക്കാൻ. പിന്നെ മതി, അകത്ത് പോ. ഭർത്താവ് കളിക്കണോ? പോവാൻ. ഒന്ന് പോരെ വീട്ട് അവിടുന്ന്. പറയാനുള്ളത് ഞാൻ പറയും. അവിഹിത ഘോഷയാത്രയിൽ മുൻനിരയിൽ ഒളിച്ചോടി ഭഗവതി സീതാദേവി. വയറ്റിൽ ഒളിവുകാല സംരക്ഷകന്റെ കുഞ്ഞ്. അതോ അപ്പനില്ല കുരുപ്പോ? ഇവരെ എന്റെ ചേട്ടത്തിയാ എന്ന് പറഞ്ഞ എന്റെ അമ്മ. ഇവരൊരു മോശം സ്ത്രീ അല്ല. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിന്നാൽ ഇനിയും മേടിക്കും. എല്ലാത്തിനും ഞാൻ എന്റെ കരട് തടിച്ചിട്ട് കൊന്നു. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? അപ്പോഴേക്ക് എന്റെ പൊന്നങ്ങ് പിണങ്ങിയോ?
എന്റെ അടുത്ത് വന്ന നിങ്ങളെ ഞാൻ കൊല്ലും. എന്റെ ശത്രുക്കളുടെ മുന്നിൽ വെച്ച് എന്റെ കരണത്തടിച്ചിട്ട് നിങ്ങളിപ്പോ പൊന്നെ തന്നെ വിളിച്ച് വന്നിരിക്കുന്നു. എന്റെ മതി, എനിക്കിപ്പോഴാ എന്റെ ഭാര്യയെക്കുറിച്ചുള്ള ബോധം വന്നത്. എന്ത്? എന്റെ കരണൊടിച്ച് പുകച്ചപ്പോഴോ? കഷ്ടം. എന്റെ മതിക്ക് ഒട്ടും അഭിനയിക്കാൻ അറിയത്തില്ല. അത് നിങ്ങളുടെ തോന്നലാ. എന്തായാലും നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് അഭിനയിക്കാൻ അറിയാം. എന്നിട്ടെന്താ, ഞാൻ അടിച്ചു കഴിഞ്ഞപ്പം മതിക്ക് ടൈമിംഗ് തെറ്റിയില്ലേ? ടൈമിംഗ് തെറ്റിയെന്നോ? എന്റെ മൂക്കം അടിച്ച് പൊളിച്ചിട്ടോ? എന്റെ മതി, ഞാൻ നമ്മുടെ ശത്രുക്കളെ വെറും മണ്ടരാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൈവീശിയതല്ലേ? മതി അപ്പോഴേക്കും കേറി കാരണം വെച്ച് തരേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ വെറും പോഴനല്ലെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം അവരുടെ എല്ലാവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനായിട്ട് എന്റെ കരണത്തടിച്ചിട്ട് നിന്ന് സംസാരിക്കുന്നു. എന്റെ വീട്ടിലോട്ട് ഞാനിതൊന്ന് വിളിച്ചു പറഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോന്ന്? എന്റെ മതി, ഞാൻ എന്റെ പൊന്നിനെ അങ്ങനെ മനഃപൂർവ്വം തല്ലുവോ? പിന്നെ ഞാൻ അവരെയൊക്കെ ഒന്ന് മണ്ടരാക്കാൻ വേണ്ടി ചെയ്തതാ. കഷ്ടകാലത്തിന് എന്റെ കൈ കയറി മതിയുടെ കവളിൽ കൊള്ളുകയും ചെയ്തു. നിന്റെ രവിയേട്ടൻ അതിന് പകരം എന്ത് ചെയ്യണം? ഈ കൈ ഞാനങ്ങ് മുറിച്ച് കളയട്ടെ. പോട്ടു, നശിച്ചു പോട്ടു. എനിക്കിനി കൈ വേണ്ട. നിങ്ങളുടെ കൈ പോയതുകൊണ്ട് എന്റെ കവളത്തെ വേദന പോവൂ? ഞാനൊന്ന് നോക്കട്ടെ പൊന്നെ. വേണ്ട. എന്റെ പൊന്നല്ലേ, രവിയേട്ടന് കുറ്റബോധം സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നിന്റെ കവളൊന്ന് കാണിച്ചില്ലെങ്കിൽ ഞാനിന്ന് ആത്മഹത്യ ചെയ്യും. ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. എന്റെ പൊന്നിനെ തല്ലി ഈ കൈ കൊണ്ട് കുരുക്കിട്ട് ഞാൻ മരിക്കും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ ഞാൻ വെട്ടി 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 വെട്ടിക്കൊല്ലും. എന്നെ അടിച്ചിട്ട് ഇപ്പൊ വന്ന് അങ്ങ് അഭിനയിക്കുന്നു. എന്റെ മതി, സത്യമായിട്ടും എന്റെ അമ്മയാണ്, എന്റെ അച്ഛനാണ്, എന്റെ എല്ലാ ദൈവങ്ങളുമാണ് സത്യം. ഞാൻ മതിയെ അടിച്ചതല്ല. അവര് വലിയ ആള് കളിച്ച് തുടങ്ങിയപ്പം ഞാൻ എന്റെ ഭാര്യ ഒരു അടി കൊടുത്തുന്ന് അവരങ്ങ് കരുതുന്നു വിചാരിച്ചു. അവരെ മണ്ടരാക്കിക്കൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് പൊട്ടിച്ചിരിക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞേനെ, എന്റെ ഭാര്യ അടിച്ചെന്ന് കരുതി നിങ്ങൾ സന്തോഷിച്ചല്ലേന്ന്. എന്റെ പൊന്നിനെ ഞാൻ തൊടത്തില്ല. അവളെ എന്തെങ്കിലും പറഞ്ഞാ പറയുന്നവരെ തല്ലുവെന്ന്. അതായിരുന്നു പൊന്നെ സത്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ മതിയും പറയുന്നു കരുതി എന്റെ രവിയേട്ടനെ നുള്ളി നോക്കത്തില്ലാന്ന്. കഷ്ടകാലത്തിന് അടിച്ചാടി കൊള്ളുകയും ചെയ്തു. മതി അവിടുന്ന് പിണങ്ങി ചാടിത്തുള്ളി അകത്തേക്ക് വരികയും ചെയ്തു. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ മുഴുകസിയാന്ന് നിൽക്കുകയും ചെയ്തു. നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്തു പറഞ്ഞിട്ട് എന്താ? ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാറിയില്ലേ? നിങ്ങളുടെ കൈ നാടികൊണ്ടവളായില്ലേ? ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അടികൊള്ളുന്ന ഭാര്യ. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എന്റെ ദൈവമേ, ഇതിലും ഭേദം ഞാൻ വല്ല വണ്ടി ഇടിച്ചങ്ങ് ചത്തു പോകുന്നായിരുന്നു. അങ്ങനെയൊന്നും പറയില്ലേ പൊന്നെ, എനിക്ക് സഹിക്കുന്നില്ല. നോക്കിക്കോ, ഇനി എന്റെ പൊന്നിനെ ഞാൻ നുള്ളിപ്പോലും നോവിക്കില്ല. എന്റെ പൊന്നിനി എന്നാ വേണമെങ്കിലും പറഞ്ഞു, എന്തു വേണമെങ്കിലും ചെയ്തു. ആ പിന്നൊരു കാര്യം, രവിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില നമ്പറുകളൊക്കെ ഇടും. എന്നാത്തിന്? മതി, നമ്മൾ രണ്ടുപേരും അകലാനും അകന്ന് ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാ ഇവിടത്തെ അസൂയക്കൂട്ടങ്ങൾ. അപ്പൊ അവരുടെ മുമ്പില് നമ്മൾ എപ്പോഴും വഴക്കാണെന്ന് കാണിക്കുമ്പോ അവരങ്ങ് സന്തോഷിക്കും. എന്നിട്ട് നമ്മളങ്ങ് മാറി നിന്ന് ചിരിക്കും. അതുകൊണ്ട് എന്താ കാര്യം? ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ പൊന്ന് തീരെ പാവാണെന്ന്. നമുക്കേ അവരുടെ ഉള്ളിലിരിപ്പ് പിടിച്ചെടുത്തൂടെ? നമുക്കെതിരെ എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ ഞാനും മതിയും പിണക്കമാണെന്ന് കരുതിയാൽ പിന്നെ അവരെന്നോട് അടുത്തുകൂടാൻ വരും. അപ്പോ അവരുടെ ഉള്ളിലിരിപ്പ് കൃത്യമായിട്ട് എനിക്ക് കിട്ടും. അന്നേരം നമുക്കെതിരെയുള്ള ക്ഷുദ്രപ്രയോഗങ്ങൾ നിൽക്കും. ഇനി അഥവാ എന്റെ മതിക്കെതിരെയോ മതിയുടെ അമ്മയ്ക്കെതിരെയോ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ എനിക്കതറിയത്തില്ലേ? അത് ശരിയാ. എന്റെ ബലമായ സംശയം എന്തോ വലിയ ക്ഷുദ്രപ്രയോഗം കൊണ്ടാ എന്റെ പൊന്നിന്റെ പാവ അമ്മയ്ക്ക് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതെന്നാ. അത് നേര് തന്നെയാ. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതാ ഞാൻ പറഞ്ഞത്, ശത്രുവിന്റെ രഹസ്യങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ
നമ്മൾ അവരിൽ ഒരാളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അവരെ നമ്മുടെ പാട്ടിന് കൊണ്ടുവരണം. എന്നിട്ട് അവരോട് ചേർന്ന് നിൽക്കണം. അതിനുവേണ്ടി രവിയേട്ടന്റെ ഒരു നമ്പർ അല്ലായിരുന്നോ ഇത്? അതൊക്കെ മനസ്സിലാക്കി എന്റെ പൊന്ന് എന്നോടൊപ്പം നിൽക്കണം. പക്ഷെ എന്നോട് പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ? അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും, അവരുടെ മുമ്പ് വെച്ച് തന്നെ. പറഞ്ഞാട്ടല്ലോ. ഇനി ഞാൻ എന്റെ പൊന്നിനോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇതിന് പരിഹാരമായിട്ട് ഞാൻ എന്റെ പൊന്നിനൊരു ഉഗ്രൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എങ്കിൽ പിന്നെ നിങ്ങളുടെ കരണ്ട കുറ്റിക്ക് ഞാൻ 2 എണ്ണം പൊട്ടിച്ചിട്ട് പോയി 2 കാപ്പി എടുത്തോണ്ട് വരാം. എന്താ? എന്റെ പൊന്ന്, പിന്നെ അങ്ങനെ തന്നെ ഇങ്ങനെ പറയാതെ. രവിയേട്ടൻ അത് സഹിക്കത്തില്ല. ശരി ശരി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ നമ്പറുകളൊക്കെ ഇറക്കിക്കോ, പക്ഷേ ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ? ഓ, ആ, ഇനി എന്ത് ചെയ്താലും ഞാൻ എന്റെ പൊന്നിനോട് പറഞ്ഞിട്ടേ ചെയ്യൂ. എന്നാ പോയി കാപ്പി ഇട്. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് വിശന്നിട്ട് വയ്യ. നിങ്ങൾ പുറത്തു എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വാ. ഓ, ഇപ്പൊ കൊണ്ടുവരാം. പൊന്നെ, എന്റെ പൊന്നിന് എന്താ വേണ്ടത്? ചപ്പാത്തിയും ചിക്കൻ കറിയും മതി. വിശന്നിട്ട് വയറ് കത്തിയിട്ട് വയ്യ. ഇപ്പൊ കൊണ്ടുവരാം. രവിയേട്ടനെ, ഈ ഡ്രസ് ഒന്ന് മാറ്റിക്കോട്ടെ. ഓ, ഇങ്ങേരുടെ അഭിനയം തന്നെ ആയിരുന്നു, അതോ എന്റെ മുമ്പിലാണോ ഇങ്ങേര് അഭിനയിച്ചത്? എന്നെ തല്ലാനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല. അഭിനയിച്ച് മിടുക്കനാവാൻ നോക്കിയതാ, പക്ഷെ പാളിപ്പോയി. സാരമില്ല, മതികലയ്ക്കും ഉണ്ടല്ലോ അവസരം. രവിയണ്ണ, എന്താ രവിയണ്ണ ഇവിടെ? ഒന്നുമില്ല മൈലമ്മ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വാങ്ങാൻ ഇറങ്ങിയതാ. രാവിലെ ഭാര്യയ്ക്ക് അടി കൊടുത്തു, ഇപ്പൊ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. എന്നാ രവിയണ്ണ, ദണ്ഡനയ്ക്ക് പരിഹാരമാ? അടി അവൾക്ക് ആവശ്യമുള്ളതായിരുന്നു, ഭക്ഷണവും ആവശ്യമുള്ളത് തന്നെ. എന്താ വീട്ടില് ഭക്ഷണമൊന്നും വെച്ചില്ലേ? ഓ, എന്റെ ഭാര്യയ്ക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം മതിയെന്ന്. അടി കൊണ്ടതിന്റെ ആവശ്യത കൂടി ആയിരിക്കും. അത് കൊള്ളാം. രവിയണ്ണൻ ഇപ്പോഴും മതികളക്കാവോടെ താളത്തിന് തുള്ളുവല്ലേ? ആരുടെയും താളത്തിനൊത്ത് തുള്ളുന്നില്ല. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് കണ്ടോ? എന്തായാലും ഭാര്യയ്ക്ക് ഒരു അടി കൊടുത്തത് നന്നായി. രവിയണ്ണൻ ആദ്യമായിട്ടായിരിക്കുമല്ലോ മതികളാക്കൊരെണ്ണം കൊടുക്കുന്നത്. അതെ, അതിന്റെ ഒരു നടുക്ക് അവൾക്കുണ്ടായിരുന്നു. ഇത്തരം നടുക്കങ്ങൾ ഇനി ഒരുപാട് സമ്മാനിക്കണം രവിയണ്ണൻ. അല്ല, ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്താ പദ്ധതി? ഞാൻ ഈ ഫുഡ് കൊടുക്കത്തേ ഉള്ളൂ, അവളത് കഴിക്കത്തില്ല, അതുറപ്പാ. മനസ്സിലായില്ല. എല്ലാം വഴിയേ മനസ്സിലാവൂ. ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് കേട്ട പാടെ ഞാൻ ബായിയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ വണ്ടി ഓടിക്കാനുള്ള ആരോഗ്യമൊക്കെ ആയല്ലോ. ആരോഗ്യമൊക്കെ ഉണ്ട് ബായി. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. കുട്ടിമണിയുടെ ഡേറ്റിംഗ് അടുത്ത് വരികയില്ലേ? ബായ്, അത് ചോദിക്കാൻ മറന്നു. ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ? ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബായി. കുട്ടിമണിയുടെ BP ഒന്നും സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല. പൾസ് റേറ്റൊക്കെ ഒത്തിരി കുറവാ. ഒന്നും വരത്തില്ല ബായ്. ബായ് സമാധാനായിട്ടിരിക്കും. പ്രാർത്ഥിക്കുന്നുണ്ട് ഭായി, അല്ലാതെ വേറെന്ത് മാർഗം? അല്ല, നമ്മളിപ്പോ കാണാൻ പോകുന്ന ആരേ ഭായി? നമ്മുടെ പുണ്യാളം പത്രോസിന്റെ ഇടപാടാ. ആനന്ദക്കുട്ടൻ എന്നാ മുതലാളിന്റെ പേര്. ആനന്ദൻ മുതലാളി 8-10 ലോറികൾ ഉണ്ട് അങ്ങേർക്ക്. ഒരു മിനി വാൻ ഓടിക്കാനുള്ള ചാൻസാ ഇപ്പൊ ബായിക്ക് വന്നിരിക്കുന്നു. ദിവസം 100-600 രൂപ കിട്ടും. അയ്യോ, എത്രയെങ്കിലും ആകട്ടെ ഭായി. ഇപ്പൊ എത്ര കിട്ടിയാലും അത് വലിയൊരു സഹായമാ. അതാ ഞാൻ ഇപ്പൊ തന്നെ മുതലാളിനെ കാണണമെന്ന് പറഞ്ഞത്. ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയില അയാളുടെ വീട്. അതവിടെ ഇരിക്കട്ടെ പോയി. ഹലോ മാഡം. വക്കീലണ്ണേ, ഞാൻ ഓൺ ദ വേ தான். ഞങ്ങൾ അങ്ങോട്ട് വരണോ മാഡം? വേണ്ടണ്ണേ, ഞാൻ ഇപ്പൊ എത്തും. ശരി, വന്നിട്ട് സംസാരിക്കാം. എന്നണ്ണേ, ഉங்க ശബ്ദം എന്തോ മാതിരി இருக்கு. எனி ப்ராப்ளம்?
വന്നിട്ട് സംസാരിക്കാം. ശരി. ശരി എന്നാ. ഇത്രയും തടിയായില്ലേ, ഇനിയെങ്കിലും തീറ്റ കുറയ്ക്ക് നീ. ഇതിപ്പോ 4ാമത്തെ പാക്കറ്റായില്ലേ. വയറ്റിൽ നിന്ന് ആ കോഴിയും കുഞ്ഞുണ്ടോ? കേസ് തോറ്റത് പറയുമ്പോ മാഡം എന്തു പറയുമോ? നമ്മ അപ്പീൽ കൊടുത്തിട്ടില്ലേ, പിന്നെ എന്നാ? മേൽക്കോടതിയിൽ എനിക്കത്ര വിശ്വാസം പോരാ. ആ അത് മാഡം വെറുതെ. என்ன பொன்னம்பலம், என்ன வக்கீலண்ணே, உங்க ஃபேஸ் ஏதோ மாதிரி இருக்கு. മാഡം അത് என்னண்ணே சொல்லு, എന്തായാലും പ്രശ്നമില്ല, சொல்லுண்ணே. രാജപാളയം കോർട്ടിൽ എന്താ പ്രോപ്പർട്ടി കേസ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ വിധി നമുക്കെതിരായിട്ടോ. അത് പിന്നെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ജഡ്ജി அவங்க ഇൻഫ്ലുവൻസ് பண்ணிட்டு എന്നിട്ട് സത്യത്തെ തോൽപ്പിച്ചു അല്ലേ? ആമാ മാഡം, ആ ബിൽഡിങ് നമുക്ക് നിയമപ്രകാരം അവകാശപ്പെട്ടതാ. மேடம் ஒரு வாக்கு சொன்னா போதும், ബാക്കി என்ன വേണമെന്ന് எனக்கு தெரியும். ശരിക്കും അതാണ് വേണ്ടത്. കോർട്ടിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ കളിയിനി നമ്മുടെ കോർട്ടിൽ. മാന്യന്മാരുടെ മര്യാദ കളിയല്ല, അരിവാൾ ടെക്നിക്. നേരായ മാർഗത്തിലൂടെ അല്ലാതെ ജയിച്ചു നിൽക്കുന്നവന്റെ കഴുത്തിന് കത്തിയുടെ വാൾത്തല വെച്ചിട്ട് ഒരു ജഡ്ജ്മെന്റ് മൈലമ്മയങ്ങ് എഴുതും. അതുതാൻ വേണം. 4 JCBയും 2 ഹിറ്റാച്ചിയും 4 മണിക്കൂറിന്റെ സമയവും 10 ടിപ്പർ ലോറികളും പൊടിയാക്കി വാരി നിറച്ചോണ്ട് പോകും ആ ബിൽഡിങ്. മാഡം തിടുക്കപ്പെട്ടൊന്നും വേണ്ട, ആലോചിച്ച് മതി ഔട്ട് ഓഫ് ദ വേയിൽ എന്തെങ്കിലും ചെയ്യുന്നത്. പിഴച്ച വഴിയിലൂടെ മാനിനെ പോലെ കുതിക്കുന്നതിനേക്കാൾ മയിലിനിഷ്ടം നേരായ മാർഗത്തിലൂടെ ആമയെ പോലെ നീങ്ങുന്നതാ. കുറച്ച് പേപ്പർ സൈൻ പണ്ണ വേണ്ടിയിരിക്കും. എടുക്ക. കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. മാഡം ഇനി എന്നാ അങ്ങോട്ട് വരുന്നു? നെക്സ്റ്റ് മന്ത്. നേരത്തെ சொல்லണേ മേഡം, നമുക്ക് എല്ലാ പോക്കറ്റുകളിലും ആളെ ഇടണം. വായ് വായ് നിർത്ത്. എന്താ വെച്ചല്ലേ? ഇതേ മൈലമ്മ നിൽക്കണു. കൂടെ വേറെ ആരൊക്കെ ഉണ്ടല്ലോ. മൈലമ്മേ, എന്താ ഇവിടെ? ഒന്നുമില്ല, വാണേ. നിങ്ങൾ ശരി. അല്ല അതാരായിരുന്നു? അത് നാട്ടിൽ നിന്ന് വന്നതാണ്. നാട്ടിന്നോ? ബന്ധുക്കളാ? അതെ. അല്ല, ഫ്രണ്ട്സ്. എങ്കിൽ പിന്നെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മേലായിരുന്നോ? അല്ലണ്ണേ, അത് വന്ന് അവർക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതാ. അല്ല അവരെന്തിനാ വന്നത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇല്ലണ്ണേ, ഒന്നുമില്ല. എന്റെ കോളേജ് സർട്ടിഫിക്കറ്റിന്റെ ഒരു തിരുത്തലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ആ മാറ്റർ പറയാൻ. മൈലമ്മ കോളേജിലൊക്കെ പഠിച്ചാണ് അല്ലേ? എന്നാ ജോക്കാ? അല്ല, ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ മാത്രം ഇത്രയും ദൂരം അവര് വണ്ടി ഓടിച്ചു വന്നോ? ഇല്ലണ്ണേ, ഇവിടെ അവർക്ക് കുറച്ച് വേലയിருக்கு. ഓ അങ്ങനെ. എന്തായാലും അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താത്തത് മോശമായി പോയി. ഇല്ല, ഞാൻ சொல்லலையா, അവർ ரொம்ப ബിസി, അതിനാല. അല്ല മൈലമ്മ, എന്നാലും അല്ലണ്ണ, കുട്ടിമണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. എന്നിട്ട് അത് സീതേടത്തിയുടെ കൂടെ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങള് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരിടം വരെ പോവാൻ പോവാ. അതെ, മൈലമ്മയാണ് കണി. അല്ല, കണി. പുള്ളി കണിന്നാ ഉദ്ദേശിച്ചത്. അണ്ണ, നന്നായി വരും, നല്ലത് വരും. നല്ല കാലത്ത് നല്ലത് വരും. കറക്റ്റാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി. അല്ല ബായി, ഈ സീനില് നമ്മളറിയാത്ത എന്തോ ഉണ്ടോന്നൊരു സംശയം. എന്ത്? അല്ല, മൈലമ്മ എന്തൊക്കെയോ മറച്ച് സംസാരിക്കുന്ന പോലെ. എന്തൊളിക്കാൻ ഭായിക്ക് തോന്നിയതാവും. കള്ളന്റെ മനസ്സാ ബായി കള്ളത്തരം ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്ത് കള്ളത്തരം? നമ്മൾ ചില കാര്യങ്ങൾ അറിയണ്ടാന്ന് മൈലമ്മയ്ക്കുണ്ട്. അതല്ലേ നമ്മളെ കണ്ടപാടെ അവരെ കൂടെ നിന്നവര് പെട്ടെന്ന് സ്കൂട്ടായത്. ഏയ്, അങ്ങനെ വരുമോ?
ആ